ഉണ്ണി ബാലകൃഷ്ണൻ, നമുക്കിനി കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ രണ്ടാമത് പ്രധാനമായും താമര വിരിയും എന്ന് കണക്കാക്കിയിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്ന ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ വോട്ട് ഷിഫ്റ്റിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചു. നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിച്ചു പോകേണ്ടതുണ്ട്. അതിനുള്ള എന്തെങ്കിലും സാധ്യത നിലവിൽ ആറ്റിങ്ങലിലെ രാഷ്ട്രീയ മണ്ണ് നൽകുന്നുണ്ടോ എന്നതാണ്. സുജയ, ആറ്റിങ്ങലിന്റെ ഒരു കണക്ക് അതിലേക്ക് നമ്മൾ പോകണം. പ്രത്യേകിച്ചും 2014, 2019 ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് അത് വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 2014 നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 2014 എ സമ്പത്ത് വിജയിച്ചു കയറുകയാണ്. 3,92,478 വോട്ടുകളാണ് എ സമ്പത്ത് സ്വന്തമാക്കുന്നത്. കോൺഗ്രസിന്റെ ബിന്ദു കൃഷ്ണയായിരുന്നു എതിരാളി. 3,23,100 വോട്ട് മാത്രമാണ് ബിന്ദു കൃഷ്ണയ്ക്ക് അന്ന് നേടാൻ കഴിഞ്ഞത്. BJPയുടെ ഗിരിജാകുമാരി അത്രയ്ക്കൊരു പ്രോമിനന്റ് ഫിഗർ ആയിരുന്നില്ല. അവരും നേടി 1,00,000-അടുപ്പിച്ച് 90,528 വോട്ടുകൾ ആറ്റിങ്ങലിൽ നേടുന്നുണ്ട്. അപ്പോൾ എ സമത്തിന് കിട്ടുന്ന ഭൂരിപക്ഷം 69,378 ആണ്. അതായത് വോട്ട് പെർസെൻറ്റേജ് കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPIM-ന് 45.7%, കോൺഗ്രസിന് 37.6%, BJPക്ക് 10.5%, അതായത് 8.1%-ന്റെ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കൃത്യമായി കഴിയുന്നുണ്ട്. 2019 ഇങ്ങനെ നിൽക്കുന്ന ഇത്രയും ഭൂരിപക്ഷമുള്ള 8.1 അത്രയും പെർസെൻറ്റേജ് ഭൂരിപക്ഷമുള്ള ആറ്റിങ്ങലിലാണ് അടൂർ പ്രകാശിന്റെ ക്രാഷ് ലാൻഡിംഗ്. അത് ശബരിമല വികാരം ആഞ്ഞടിച്ചു. ഭൂരിപക്ഷം കുറവാണെങ്കിലും ആ മണ്ഡലം പിടിക്കുകയാണ് അടൂർ പ്രകാശ്. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3,80,995 വോട്ടുകൾ അടൂർ പ്രകാശ് നേടുമ്പോൾ എ സമ്പത്ത് എന്ന സിറ്റിംഗ് MP നേടാൻ കഴിയുന്നത് 3,42,748 വോട്ടുകൾ മാത്രമാണ്. BJPയുടെ ശോഭാ സുരേന്ദ്രന്റെ എൻട്രി അത് വലിയ രീതിയിൽ ഒരു ബൂസ്റ്റ് അവിടെ ആറ്റിങ്ങലിൽ ഉണ്ടാക്കിയിരിക്കുന്നു. 2,48,081 വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്വന്തമാക്കുകയാണ്. അവിടെ അടൂർ പ്രകാശ് ജയിക്കുന്നത് താരതമ്യേന ഭൂരിപക്ഷം കുറഞ്ഞ രീതിയിലാണ്. മറ്റ് മണ്ഡലങ്ങളിലേക്ക് UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ 38,247. അടൂർ പ്രകാശിന് 37.9% വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. CPIM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ 34.1 അവർ താഴുന്നു. ശോഭാ സുരേന്ദ്രൻ വലിയ ഒരു കുതിച്ചുകയറ്റം അവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നു. 24.7%. അവിടെ ജയിക്കുന്ന അടൂർ പ്രകാശിന് 8.1 ഭൂരിപക്ഷത്തിൽ നിന്ന് 3.8% ഭൂരിപക്ഷത്തിലേക്ക് താഴേക്ക് ഇറങ്ങേണ്ടി വരുന്നു. ഇനി ഏറ്റവും കൗതുകകരമായ കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 19 നിന്ന് 21 വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വ്യക്തമായ ആധിപത്യമാണ് നമ്മൾ ആറ്റിങ്ങലിൽ കാണുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF നേടുന്നു. UDF-ന് ഒന്നിൽ പോലും നിലം തൊടാൻ കഴിയാത്ത സാഹചര്യമാണ്. BJPക്കും അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നില്ല. അതായത് 47.14% നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ കയ്യിലുണ്ട്. UDF-ന് 34.71, NDAക്ക് 15.98. അതായത് ശോഭാ സുരേന്ദ്രൻ അവിടെ കൈവരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ വോട്ട് വിഹിതം അത് NDAക്ക് നിലനിർത്താൻ 2021 കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും രണ്ട് രീതിയിലാണ് ഒരു മണ്ഡലം ചിന്തിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാൽ പോലും ശോഭ 2019 അവിടെ നേടിയ വോട്ടുകൾ അത് V മുരളീധരന് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിജയത്തിലേക്ക് എത്താൻ ഇപ്പോൾ ഈ സർവേകൾ പ്രവചിക്കുന്നത് പോലെ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ വലിയ രീതിയിൽ ആ വോട്ട് പെർസെൻറ്റേജ് NDAക്ക് അനുകൂലമായി അവിടെ പോൾ ചെയ്യപ്പെടണം, ഉയരണം. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സർപ്രൈസ് വിക്ടറിയാണ്. അതായത് വിജയത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അവിടെ പ്രവർത്തിച്ചിരിക്കുന്നതെങ്കിലും അതൊരു സർപ്രൈസ് വിക്ടറിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ഘടകം നമ്മൾ കാണണം. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങളും LDF-ന്റെ കയ്യിലാണ്. BJPക്ക് അവിടെ വലിയൊരു ആധിപത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഡോക്ടർ അരുൺ, ഞാൻ കരുതുന്നത് ഈ ആറ്റിങ്ങൽ നമ്മൾ ഡീകോഡ് ചെയ്യുകയല്ലേ ഡോക്ടർ അരുൺ? യെസ്, ഡീകോഡ് ചെയ്യാം. ഞാൻ ഡാറ്റാ ബോർഡിലേക്ക് ഒന്ന് പോയതിനു ശേഷം ശരി, നമുക്ക് ഓവർ ടു യു ഫോർ ഡാറ്റ. യെസ്, ഓക്കെ, താങ്ക് യു സുജയ. ഈ ഡാറ്റാ ബോർഡിലേക്ക് എത്തിയാൽ ആറ്റിങ്ങലിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യബോധത്തിന് നിരക്കാത്തതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ടേക്ക്. റിപ്പോർട്ടഡ് ഡാറ്റാ ബോർഡ് പറയുന്നു ആറ്റിങ്ങലിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകാനുള്ള സാധ്യതയില്ല. എന്തുകൊണ്ട് എന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം. നോക്കൂ, 2009 മുതൽ 2019 വരെയുള്ള 3 തിരഞ്ഞെടുപ്പുകളെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ 2009 UDF-ന് അവിടെ കിട്ടിയിരിക്കുന്ന വോട്ട് ബാങ്ക് 42.83% ആണ്. LDF-ന് സമ്പത്തിന് കിട്ടിയിരിക്കുന്നത് ആവട്ടെ 45.37, 3% ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് 2014 ആകുമ്പോഴേക്കും UDF അതിൻ്റെ ഏറ്റവും താഴ്ന്ന വോട്ട് നിലയിലേക്ക് എത്തുന്നു. അത് 37.6%. ബിന്ദു കൃഷ്ണയാണ് കാൻഡിഡേറ്റ് എന്ന് ഓർമ്മിക്കണം. 37.6% ബിന്ദു കൃഷ്ണയ്ക്ക് ലഭിക്കുന്നു. അതേസമയം തുടർച്ചയായി 2ാം വട്ടവും സമ്പത്ത് 45% നിലനിർത്തിക്കൊണ്ട് തന്നെ പാർലമെന്റിലേക്ക് പോകുന്നു. LDF-ഉം UDF-ഉം തമ്മിലുള്ള വോട്ട് വിഹിതത്തിലുള്ള വ്യത്യാസം 8% വർദ്ധിക്കുന്നു. അതായത് 3% നിന്ന് LDF-ഉം UDF-ഉം തമ്മിലുള്ള വോട്ട് വിഹിതം 8% വർദ്ധിക്കുന്നു 2014 എത്തുമ്പോൾ. മൈ പോയിന്റ് ഈസ്, ഈ 3 തിരഞ്ഞെടുപ്പുകളിലും ഏറ്റവും കുറഞ്ഞ UDF-ന്റെ വോട്ട് വിഹിതമുള്ളത് 2014 അത് 37.6%. അത് ഞാൻ UDF-ന്റെ ഒരു ബേസ് വോട്ടായിട്ട് കണക്കിലാക്കിയാൽ നോക്കൂ, UDF
ഈ 2019 തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് വരുമ്പോൾ 1% മാത്രം വർധനമാണ്, 1% താഴെ മാത്രം വർധനമാണ് ഉണ്ടാവുന്നതെങ്കിലും അവിടെ LDF വോട്ട് വിഹിതം ഇടിയുന്നതായിട്ട് കാണാം. LDF വോട്ട് വിഹിതം 45-ൽ നിന്ന് 34% കുറയുമ്പോൾ അതിൽ 11% ഇടിവുണ്ടാവുന്നു. അതായത് LDF ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന 34.50% പോകുന്നു. UDF കഴിഞ്ഞ തവണത്തെ ഏറ്റവും കുറഞ്ഞ 37.6% എത്തുന്നു എന്ന് കരുതുക. ഇത്തവണയും അതേ കണക്കിലേക്ക് തിരിച്ച് UDF വന്നാൽ പോലും 24.97% എന്ന ശോഭയുടെ BJPയുടെ വോട്ട് ശതമാനത്തിൽ നിന്ന് കഷ്ടിച്ച് 2% വർധനവല്ലാതെ മറ്റൊരു വർധനം ഉണ്ടാക്കാൻ കാര്യമായി ന്യായം കാണുന്നില്ല. അതിൻ്റെ കാരണം UDF ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് 37.6%. അടൂർ പ്രകാശ് ഇത്തവണ അതിലും താഴ്ന്ന വോട്ട് പിടിച്ചെങ്കിൽ മാത്രമേ, അഥവാ നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അത് മുരളീധരന് അനുകൂലമാകൂ. അത് ചെറിയ കണക്കല്ല, ആ കണക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 38% അടൂർ പ്രകാശിന് നിലവിൽ UDF വോട്ട് ശതമാനം. അതേസമയം NDAക്ക് നിലവിലുള്ളത് 24%. തമ്മിലുള്ള ഡിഫറൻസ് 14%. എന്ന് വെച്ചാൽ UDF നിന്നും മാത്രം 8%-ലധികം വോട്ട് NDAയിലേക്ക് പ്രവഹിക്കണം. ചെറിയ കണക്കല്ല, 8%, 5-6% 8% സ്വിങ് ചെയ്യണം. ഇനി LDF നിന്ന് NDAയിലേക്ക് വോട്ട് വരാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ പറയുന്നു സാധ്യതയില്ല. കാരണം LDF ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ വോട്ട് വിഹിതമാണ് കഴിഞ്ഞ തവണ വന്നത്, 34%. അതിൽ നിന്ന് 1% വോട്ട് പോലും ഇനി താഴേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. UDF പരമാവധി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ബിന്ദു കൃഷ്ണയ്ക്ക് 2014 ലഭിച്ച 37%-ലേക്ക് 1% താഴുക മാത്രമായിരിക്കും. ഇനി പരമാവധി 2% UDF നഷ്ടപ്പെട്ടാൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് മുരളീധരന് 27%-ലേക്ക് എത്തുക മാത്രമായിരിക്കും. അപ്പോഴും 36% സ്വാഭാവികമായും UDF ഉണ്ടാവും. അപ്പോൾ വോട്ട് സിങ്സ് ഉണ്ടാവാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 2014 അതേ ടാലിയിലേക്ക് LDF തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. 34% 45% വർദ്ധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും UDF LDF വോട്ട് ഷിഫ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 8% ഷിഫ്റ്റ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJPക്ക് അനുകൂലമായി വരാനുള്ള സാധ്യത നിലവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഡാറ്റാ ബോർഡിൽ സുജയ നമുക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് സർട്ടനിറ്റിയോടുകൂടി തന്നെ പറയാൻ സാധിക്കും, ആറ്റിങ്ങലിൽ ഒരുപക്ഷെ തൃശ്ശൂരും തിരുവനന്തപുരത്തും NDAക്ക് വിജയസാധ്യതകൾ ഉണ്ടെങ്കിലും ആറ്റിങ്ങലിൽ നമ്മുടെ ഡാറ്റാ ബോർഡ് അനുസരിച്ച് മുരളീധരൻ്റെ വിജയസാധ്യത വിരളമാണ് എക്സിറ്റ് പോളിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിലിനി മറ്റു ഘടകങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ പ്രതിനിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ഉണ്ണി ബാലകൃഷ്ണൻ, MV നികേഷ് കുമാർ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വി ജോയ് എന്നൊരു ഫാക്ടറാണ്. സമ്പത്തിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി വി ജോയ് എന്ന വർക്കലയിലെ സിറ്റിംഗ് MLAക്കെതിരെ ഇല്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് മാത്രമല്ല, അദ്ദേഹം CPM ജില്ലാ സെക്രട്ടറിയായ സംഘടനാ സംവിധാനത്തെ ആകെ ചലിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വോട്ട് ഷിഫ്റ്റ് നടക്കാൻ സാധ്യതയുള്ളത് UDF നിന്ന് BJPയിലേക്കാണോ, UDF നിന്ന് LDFയിലേക്കാണോ? ഇനി UDF നിന്ന് BJPയിലേക്ക് പോയാൽ പോലും 8%-ലധികം വോട്ടർമാർ UDF നിന്ന് മാറി NDAയിലേക്ക് പോകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, നോക്കൂ അരുൺ, ഇപ്പോൾ 2009-ലും 2014-ലും അവിടെ അനിരുദ്ധന സമ്പത്താണ് വിജയിച്ചു വന്നത്. രണ്ട് സമയത്തെയും വോട്ട് പെർസെൻറ്റേജ് നോക്കിയേ 45.67 2014 സമ്പത്തിൻ്റെ വോട്ട് പെർസെൻറ്റേജ്.